എനിക്ക് യാതൊരു സംശയമില്ല. ഇപ്പോൾ ആളെ ഇപ്പോൾ മുങ്ങിയെന്നാണ് കേട്ടത്, ഒളിഞ്ഞു നടക്കുകയാണ്. തീർച്ചയായും രാജിവെച്ച് പുറത്തു പോകണം. കാരണം ഇവർ ഈ 3 പേരും ഇതിന് മുമ്പുള്ള MLAയും ഇപ്പോൾ MP അടക്കം ഈ സൊസൈറ്റിയായി ബന്ധപ്പെട്ട എല്ലാ സപ്പോർട്ടും ചെയ്യുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഈ വ്യക്തികളോട് പരാതിപ്പെടുക? ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഒരു സഹായം കിട്ടുന്നില്ലെങ്കിൽ ഇവരെന്തിനും നിലനിൽക്കണേ? ഒരു രാജിവിട്ട് പുറത്തു പോകട്ടെ. ഷാഫി പറമ്പിലാണല്ലോ രാഹുലിനെ കൊണ്ടുവന്നത്. അതെ, അത് ഏറ്റവും വലിയ തെറ്റ്. മണ്ഡലത്തിൽ ഞാൻ അന്നേ പറഞ്ഞതാണ്, ഇയാൾ ചാടിയ പോലെ ഇയാൾ അധികകാലം നിൽക്കാതെ ഇയാൾ മുങ്ങെന്ന് പറഞ്ഞു. അത് വളരെ കറക്റ്റായിരുന്നു. തീർച്ചയായിട്ടും അപമാനമാണ്. രാജിവെച്ച് പോകണ്ടേ? തീർച്ചയായിട്ടും രാജിവെക്കണം. കാരണം ഇവരൊക്കെ നാടിന് എന്താ നല്ലത് ചെയ്യാൻ പോകുന്നത്? ഒന്നുമില്ല. രാജിവെക്കണം. ചാനലുകൾ പറയുന്നത് കേട്ടു, പാലക്കാടാണെന്ന് പറഞ്ഞു. പക്ഷേ പാലക്കാട് എവിടെയാണ്? കണ്ണാടിയിലാണ് ഉണ്ടായിരുന്നത്. അതും വിനീഷ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ വാർഡ് മെമ്പറായിട്ട് മത്സരിക്കുന്നുണ്ട്. ബാങ്ക് കൊള്ളയടിച്ച ഒരാളും കൂടിയാണ്. അടക്കമുള്ള ആളുകളാണ് സംരക്ഷണം. തീർച്ചയായും ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്. അവരെ പൊക്കിയാൽ തന്നെ ചിലപ്പോൾ ഇവരെ നമുക്ക് പിടികൂടാൻ കഴിയും. അതെ, നമ്മുടെ പാലക്കാട്ടുകാർക്ക് വലിയ രീതിയിലൊരു അപമാനമാണ് MLA. പക്ഷേ ഇവരെ സംരക്ഷിക്കുന്ന വ്യക്തികളും പുറത്ത് നന്നായി നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കണ്ണാടി പഞ്ചായത്തിൽ ഇപ്പോൾ വിനീഷ് എന്നൊരു വ്യക്തി മത്സരിക്കുമ്പോൾ അവരുടെ കൂടെ ഇപ്പോൾ ഈ 3 ദിവസം മുമ്പ് വരെ അവരുടെ കൂടെ പ്രചരണത്തിനും കാര്യങ്ങൾക്കും അവർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും ഒക്കെ കൂടെ പോയവർ നന്നായി നിൽക്കുന്നുണ്ട്. അപ്പം അതെ, അത് കുറ്റം ചെയ്തിട്ടുണ്ട്. അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. അയാളെ രാജിവെച്ച് പോകണം, എന്നാലേ ശരിയാവുള്ളൂ. അല്ലാണ്ട് അയാളുടെ കൂടെ നിൽക്കാൻ പാടില്ല. സത്യത്തിന്, നീതിക്കും ധർമ്മത്തിനും അനുസരിച്ച് ജീവിക്കണ്ടേ മനുഷ്യന്മാർ? ഈ വിനീഷ് ഞങ്ങളുടെ ഇന്ന് കാലങ്ങൾ എത്രയായി കൂടുതൽ പലിശ തരാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ കയ്യിൽ കൊണ്ട് ഇട്ടിട്ട് ഇപ്പോൾ ഒരു പൈസ തരുന്നില്ല. വന്നാൽ വെറുതെ കണ്ണിക്കണ്ട നുണ പറഞ്ഞ് ഞങ്ങൾക്ക് ആരും അടയ്ക്കാൻ വരുന്നില്ല, ഞങ്ങൾ എങ്ങനെ പൈസ തരിക? കള്ളന്മാരുടെ കൂടെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. നിൽക്കാൻ പാടുവോ? മത്സരിക്കാൻ വേണ്ടിയിട്ട് നോമിനേഷൻ കൊടുത്തിരിക്കുന്ന വിനീഷ് എന്ന് പറയുന്ന കോഓപ്പറേറ്റീവ് ബാങ്ക് ലൂട്ട് ചെയ്ത വ്യക്തിയുടെ കൂടെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ്, ഈ കണ്ണാടിയിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടം അപ്രത്യക്ഷമായത്. ഈ അപ്രത്യക്ഷമായതിന് ഈ കോൺഗ്രസിൻ്റെ എല്ലാ ഹാൻഡുകളും തമ്മിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയിലൂടെ ആയിരിക്കും ഇയാൾ അപ്രത്യക്ഷമായത്.